Hi all, welcome to Meridian Home Cinemas. നമ്മൾ ഇന്നുള്ളത് പാലക്കാടാണ്. സാൻസ് ലൈറ്റിംഗ് സൊല്യൂഷന്റെ ഓണറായ മിസ്റ്റർ അനീഷ് സാറിന്റെ ഹോം തിയേറ്ററിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. So hi sir. Hi. മെറീഡിയൻ ഹോം സിനിമാസിനെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്? ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പോലെ നോക്കി വന്നു, കൊട്ടേഷൻ തരാൻ പറഞ്ഞു, നോക്കി ആളുടേതായിട്ടുള്ള കുറേ ടെക്നിക്കൽ നോളജൊക്കെ നമ്മൾ എടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ വേറെയും കൊട്ടേഷനുകൾ എടുക്കുമല്ലോ. അപ്പോൾ എടുത്ത സമയത്ത് എനിക്ക് വളരെ നല്ലൊരു കംഫർട്ടായിട്ട് ഈ ആളുടെ കൊട്ടേഷൻ തോന്നി. കാരണം ആളുടെ പഴയ എക്സ്പീരിയൻസ്, ആ ടെക്നിക്കൽ നോളജെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് ഒരു 6ഓളം വർക്കുകൾ നേരിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ അവരുടെ കണക്ഷനിലും ആൾക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയൊരു റിമോട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ 24/7 നമുക്ക് സർവീസ് തരാറുണ്ട്. അതുതന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ തൃശ്ശൂരാണ്, സൈറ്റ് പാലക്കാടാണ് എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലെ മെറ്റീരിയൽ സെലക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? മെറ്റീരിയൽ സെലക്ഷൻ ഇവർ സ്പെസിഫിക്കേഷൻസ് തന്നിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് വേണ്ട ഇത്തരം ആണ് റിക്വയർമെൻറ്റ്സ്, ഇത്രയും കപ്പാസിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റമാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രൊജക്ടർ ഈ രീതിയിലായിരിക്കണം കൊടുക്കേണ്ടതെന്നൊക്കെ അവർ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പാരിസൺസ് നടത്തിയ സമയത്ത് വളരെ നല്ല ഒരു പ്രൈസിങ് തന്നെയാണ് മെറിഡിയൻ തന്നത്. അതുകൊണ്ട് പിന്നെ എന്തായാലും പിന്നെ നമ്മൾ അതിലേക്ക് പോയി. അതിലെല്ലാം ഉപരി ആഫ്റ്റർ സർവീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മേഖലയിലെ ആളുകൾ ഒരുപാട് പേര് സഫർ ചെയ്യുന്നതും ഇതിൽ തന്നെയാണ്. കാരണം അവർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു പോയി, പിന്നീട് വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ക്ലയൻസിന് ഉണ്ടാവാറുണ്ട്. അത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് നമ്മളും ഒരു ഫ്രണ്ടിൻ്റെ സജഷൻസിൽ തന്നെ ആൾക്കുള്ള എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതുലിനെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കും മോശം പോയില്ല എന്ന് മാത്രമല്ല, നമ്മൾക്കും ധൈര്യം സമയത്ത് സജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളായിട്ട് ആൾ മാറി ഉണ്ടായി. സർ, ഇപ്പോൾ ഓൾ ഓവർ നമ്മുടെ മെറീഡിയൻ്റെ പ്രോജക്റ്റിൽ ഹാപ്പിയാണ്? പിന്നെന്താ, 100%. കാരണം നമ്മൾ ഇനീഷ്യലി അതുലിനെ കാണുന്ന സമയത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ആദ്യം ഇവിടെ വന്നിരുന്നത്, കോട്ടും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൾ ഒരു യങ്സ്റ്ററാണ്. അപ്പോൾ ഇത്രയും കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം നമ്മൾ കടത്തി വെട്ടിക്കൊണ്ട് ആളുടെ പെർഫോമൻസ് തന്നെ പറയാം, ഒരു സംശയമില്ല. കാരണം നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് തന്നെ ആൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ തന്നു. വളരെ ഹാപ്പിയാണ്.